ശ്രീരാമഭക്ത സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ ശ്രീരാമക്ഷേത്ര ദർശനത്തിനെത്തിയ 4000-ഓളം പേർക്ക് ഔഷധക്കഞ്ഞി വിതരണം ചെയ്തു. വലപ്പാട് മണപ്പുറം ഫൗണ്ടേഷൻ, തപസ്യ കലാ സാംസ്കാരിക സമിതി എന്നിവയുടെ സംയുക്ത സഹകരണത്തോടെ ശ്രീരാമ ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി വിനു ഭദ്രദീപം കൊളുത്തി വിതരണോദ്ഘാടനം നിർവഹിച്ചു. ശ്രീരാമഭക്ത സേവാ സമിതി പ്രസിഡന്റ് ദിവാസ് ആലക്കൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അംബിക ടീച്ചർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ജ്യോതിലാൽ, ശ്രീരാമഭക്ത സേവാ സമിതി രക്ഷാധികാരി വിജയകുമാർ മേനോൻ, സെക്രട്ടറി സുധീർ ആലക്കൽ, ജോയിന്റ് സെക്രട്ടറി കോച്ച് വിനോദ് പി കെ, സമിതി അംഗങ്ങളായ ബിന്ദു, അംബുജം, അജിത, പടിപ്പുരയ്ക്കൽ ഉണ്ണിമോൻ, തപസ്യ കലാസാംസ്കാരിക വേദി തൃപ്പയാർ യൂണിറ്റ് പ്രസിഡന്റ് കെ ദിനേശ് രാജ, സെക്രട്ടറി നോമി കൃഷ്ണ, എസ് ഐ സജിൽ, സി പി ഒ ബിജേഷ് വേണു, ദീപ അനിൽകുമാർ, രാജേന്ദ്രൻ തൈവളപ്പിൽ, ജ്യോതിഷ് തൊഴുത്തുംപറമ്പിൽ, ഹരിത ആലക്കൽ, ബിനു ആലക്കൽ, ഷിമ ആലക്കൽ, രാമദാസ് കിഴക്കേടത്ത്, ഫിലിം ഡയറക്ടർ സെൽ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ദിവാസിന്റെ നേതൃത്വത്തിൽ ശ്രീരാമഭക്ത സേവാ സംഘത്തിന്റെ മറ്റു മണപ്പുറം അതുപോലെയുള്ളവരുടെ സഹായത്തോടു കൂടി കർക്കിടകക്കഞ്ഞി ഔഷധ സേവാ ദിനത്തിൽ ഇവിടെ വിതരണം നടത്തുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കർക്കിടകമായി കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യത്തിന് വേണ്ടി 7 ദിവസം കഞ്ഞി കുടിക്കണം. അതുപോലെ തന്നെ മറ്റ് ഭക്ഷണശീലങ്ങളെല്ലാം എളുപ്പത്തിൽ ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അങ്ങനെയുള്ള ചിട്ടകളെല്ലാം പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളുടെ ശ്രീരാമഭക്ത സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നമ്മളുടെ ഇവിടെ വരുന്ന ഭക്തർക്ക് ഒരു ദിവസമെങ്കിലും ആ ഒരു കഞ്ഞി കൊടുക്കാനുള്ള ആ മനസ്സ് കാണിക്കുന്നതിന് പ്രത്യേകം അവരെ അഭിനന്ദിക്കുകയാണ്.